ഓഡിറ്റോറിയത്തിലെ ചാക്യാർകൂത്ത് നടക്കുന്നുണ്ട്. അപ്പൊ എല്ലാവരും ഓഡിറ്റോറിയത്തിൽ ചെല്ലുട്ടാ. ഇത്തിരി കൂടെ സൗണ്ട് ഉണ്ടാക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? കുറച്ചും കൂടി. അങ്ങനെയാണെങ്കിൽ ഫ്ലോർ മൊത്തം സൗണ്ട് വന്നോളൂ. ഓഡിറ്റോറിയത്തിലേക്കുള്ള അനൗൺസ്മെന്റ് വന്നിട്ട് 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടുന്ന് ഒരാൾ പോലും ഇറങ്ങിയിട്ടില്ല. എക്കണോമിക്സ് സാർ ഇവിടെ ഉണ്ടെന്ന് ഈ കോളേജ് ഇപ്പോഴാണ് അറിയുന്നത്, നിങ്ങളുടെ സൗണ്ട് കാരണം. ഒരു നല്ല കാര്യത്തിന് നമ്മുടെ പേര് ഇവിടെ കേൾക്കരുത്. കഴിഞ്ഞോ? നിങ്ങളുടെ സംസാരം കഴിഞ്ഞോ? ചാക്യാർകൂത്ത് കാണാല്ലേ? വല്ല സിനിമ ആയിരുന്നെങ്കിൽ പിന്നെയും കാണാറുന്നു മിസ്സേ. ചാക്യാർകൂത്ത് നേരത്തെ കണ്ട് പരിചയമൊന്നും ഇല്ലല്ലോ സായിജിക്ക്? ഉണ്ടോ? ഇല്ല. തനിക്കും പരിചയമൊന്നും ഇല്ലല്ലോ. സിനിമയും ചാക്യാർകൂത്തും എല്ലാം കലയാണ്. ചാക്യാർകൂത്ത് എന്ന് പറഞ്ഞാൽ സത്യമുള്ള കലയാണ്. നിങ്ങൾ ആദ്യം അത് പോയി കാണുക. നമ്മൾ എന്താണേലും അറിഞ്ഞിട്ടേ അഭിപ്രായം പറയാൻ പാടുള്ളൂ. അപ്പൊ ഇപ്പൊ എല്ലാവരും ഓഡിറ്റോറിയത്തിലേക്ക് പോവുക. ബാക്കി നമുക്ക് പിന്നെ സംസാരിക്കാം. വരുന്നില്ലേ? നമുക്ക് ക്യാൻറ്റീനിൽ പോയാലോ? വേണ്ട വേണ്ട, നമുക്ക് ഓഡിറ്റോറിയത്തിൽ പോവാം. എനിക്ക് പയ്യ മിസ്സിന്റെ വായിരിക്കുന്നത് കേൾക്കാൻ. നീ പോണെങ്കിൽ വെക്കോ, ഞാൻ ക്യാൻറ്റീനിൽ പോയിട്ട് വരും. എന്നാ ഞാൻ പോവാ, ഞാൻ സ്ഥലം പഠിക്കാൻ. വേഗം വന്നോളൂട്ടാ. എല്ലാവർക്കും സ്വാഗതം. കല വെറും ഒരു വിനോദമല്ല, സമൂഹത്തിന് ഒരു സന്ദേശം നൽകാനുള്ള ശക്തമായ മാധ്യമം കൂടെയാണ്. നൂറ്റാണ്ടുകളായി സമൂഹത്തിലെ തെറ്റുകളും നന്മകളും നർമ്മത്തിലൂടെയും പരിഹാസത്തിലൂടെയും ജനങ്ങളിലേക്ക് എത്തിച്ച കലാരൂപമാണ് ചാക്യാർകൂത്ത്. സംഭവിച്ച കാര്യങ്ങളെ വിമർശിക്കുന്നതിനൊപ്പം സമൂഹത്തിൽ എങ്ങനെ തുടർന്നാൽ ഭാവിയിൽ എന്ത് സംഭവിക്കാമെന്ന മുന്നറിയിപ്പും ഈ കലാരൂപം നൽകാറുണ്ട്. ഇന്ന് അതുപോലെ തന്നെ നമ്മുടെ പ്രകൃതിയെയും പരിസ്ഥിതിയെയും കുറിച്ചുള്ള ഒരു ചിന്തയാണ് ഈ അവതരണം പങ്കുവയ്ക്കുന്നത്. എല്ലാവരും ശ്രദ്ധയോടെ ആസ്വദിക്കൂ. നമസ്കാരമുണ്ട്. പണ്ടുള്ള ഒരു പ്രകൃതിയെ അമ്മേന്ന് വിളിച്ച്, എന്നാൽ ഇന്നോ മരം കണ്ടാ വെട്ടും, മല കണ്ടാൽ ഇടിക്കും, പുഴ കണ്ടാ പ്ലാസ്റ്റിക് എറിയും. എന്നിട്ട് ചോദിക്കും എന്തിനാ ഈ ഉരുൾപൊട്ടലും വെള്ളപ്പൊക്കവും ഒക്കെ എന്ന്. ശരിക്കും നിങ്ങൾ ചെയ്യുന്നതിന് പ്രകൃതി ഇത് ഫലമായി പ്രതികാരം ചെയ്യുന്നതല്ലേ? ആഹാ, ഇവള് പ്രകൃതിക്ക് സമ്മാനം കൊടുത്തുവല്ലോ. നാളെ ഇത് നിന്റെ വീടിനൊരു തടസ്സാകുമ്പോ പഠിച്ചോളൂട്ടാ. ഓഹോ, ഫോണിന്റെ ബാറ്ററി തീർന്നാ ഓടിപ്പോയി ചാർജിലിടും. എന്നാലോ ഭൂമിക്ക് എന്തേലും പറ്റിയ ആരും ഉണ്ടാവില്ല ഇവിടെ തിരിഞ്ഞു നോക്കാൻ. ചിരിക്കണ്ട ചിരിക്കണ്ട, ഇതിനൊക്കെയുള്ള പ്രതികാരം വരുന്നുണ്ട് കേട്ടാ. തെർത്ത് നിങ്ങൾ വെള്ളം കുടിക്കുകയാണോ അല്ലെ വെള്ളം കൊണ്ട് അഭിഷേകം നടത്തുകയാണോ? ഒരു തുള്ളി വെള്ളം നിലത്ത് വീണ ഇത്ര പ്രശ്നം എന്താണെന്നാണോ? ഒരു തുള്ളി പിന്നെ 2 തുള്ളിയാവും, പിന്നെ ഒരു തുള്ളി പോലും കിട്ടാണ്ടാവുമ്പോ പഠിച്ചോളൂട്ടാ. പ്രകൃതിയുടെ അടുത്ത് നിങ്ങൾ എങ്ങനെ പെരുമാറുന്നുവോ അതുപോലെ തന്നെ പ്രകൃതിയും നിങ്ങളുടെ അടുത്ത് തിരിച്ചും പെരുമാറും. അതുകൊണ്ട് ഓർത്തോളൂ, പ്രകൃതിയെ നശിപ്പിക്കുന്ന ഓരോ പ്രവൃത്തിയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് തന്നെ തിരിച്ചെത്തും. ഇത് പ്രകൃതിയുടെ പ്രതികാരമല്ല, നിങ്ങൾ ചെയ്ത പ്രവൃത്തികളുടെ ഫലം കൂടിയാണ്. എന്റെ കരിയറിൽ ഞാൻ ഏറ്റവും പേടിച്ചിട്ട് ഞാൻ ചെയ്യുന്ന വ്ളോഗാണിത്. കാരണം എൻ്റെ നാട് ഇതേപോലെ വെള്ളം പൊങ്ങിയിട്ട് ഇങ്ങനെ നിൽക്കണ്. അപ്പൊ എനിക്കറിയില്ല ഇതേപോലത്തെ ഒരു ദുരന്തം ഞങ്ങൾ ആദ്യമായിട്ടാണ് നേരിടുന്നത്. നീ ഇങ്ങനെ വീഡിയോ കണ്ടോ? ഇങ്ങനെ പറയുന്നതിലും കാര്യമുണ്ടല്ലേ? ഇതിപ്പോ ചാക്യാര് പറഞ്ഞ പോലെ ആയില്ലേ? അല്ലെങ്കിൽ നമ്മള് മനുഷ്യന്മാരങ്ങനെയാ, കണ്ടാ പഠിക്കൂല, കൊണ്ടാലേ പഠിക്കൂ. അപ്പൊ ചാക്യാര് പറഞ്ഞ പോലെ തന്നെ കിട്ടി.